ഹായ് ഡിയേഴ്സ്, ഈ ഒരു സാരി വെച്ചിട്ടാണ് ഞാൻ ധാവണി ചെയ്തെടുക്കാൻ പോകുന്നത്. ഇത് ഞാൻ മീഷോയിൽ മേടിച്ച സാരിയാണ്. റേറ്റ് വരുന്നത് 500 ആണ്. 500 രൂപയ്ക്ക് എന്തായാലും ഇത് നല്ല സാരി തന്നെയാണ്. ഈ കളർ കോമ്പിനേഷനും പിന്നെ ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ തന്നെയാണ്. സാരിയായിട്ട് ഉടുക്കാനും നല്ലതായിരുന്നു. കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ എന്നാണ് അവർ പറഞ്ഞെങ്കിലും കോട്ടൺ സിൽക്കായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സാരിയായിരുന്നു. ഇതായിരുന്നു മുന്താണി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയായിരുന്നു. പിന്നെ ബ്ലൗസ് മെറ്റീരിയലും അറ്റാച്ച്ഡ് ആണ്. അതും ഒരു ഗ്രീൻ കളർ ആയതുകൊണ്ട് ഞാനതും കളഞ്ഞിട്ട് ഈ യെല്ലോ കളർ തന്നെയാണ് ബ്ലൗസിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1 മീറ്റർ ബ്ലൗസിന് എടുത്ത് കഴിഞ്ഞതിന് ശേഷം വരുന്ന 4 മീറ്റർ വെച്ചിട്ടാണ് ഞാൻ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വരുന്നത് അതിൻ്റെ മുന്താണി പോർഷനാണ്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് മാറ്റാണ്. പിന്നെ സ്കേർട്ട് ഞാൻ പ്ലീറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് സ്കേർട്ട്. വീഡിയോ കണ്ടാൽ എളുപ്പത്തിൽ മനസ്സിലാവും. പിന്നെ പ്രിൻസസ് കട്ടാണ് ബ്ലൗസ് കൊടുക്കുന്നത്. അതിൻ്റെ കട്ടിങ് വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. പിന്നെ ദുപ്പട്ടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പോളിക്കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അത് 2.5 മീറ്ററാണ് ദുപ്പട്ടയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ബോർഡർ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഒരു ഭാഗത്ത് ബോർഡർ കട്ട് ചെയ്തിട്ട് ദുപ്പട്ടയിൽ ആഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് 42 ഇഞ്ചായിരുന്നു സ്കേർട്ടിൻ്റെ ഇറക്കം വേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ 39 ഇഞ്ച് അളന്നിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ 2 ഇഞ്ച് നമ്മൾ ബെൽറ്റും വെക്കുന്നുണ്ട്. അങ്ങനെ 39 ഇഞ്ച് കട്ട് ചെയ്തിട്ട് ഒരു സൈഡിലുള്ള ബോർഡർ വെട്ടി മാറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി വിട്ടിട്ടാണ് ബോർഡർ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അടുത്തതായിട്ട് സ്കേർട്ടിന് പ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അതിനായിട്ട് 1 ഇഞ്ച് സീം അലവൻസിന് വിട്ട് കൊടുക്കുന്നുണ്ട്. 2 സൈഡിലും 1 ഇഞ്ച് സീം അലവൻസിന് വിട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 1 ഇഞ്ച് പ്ലീറ്റിൻ്റെ വിട്ടായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളിലോട്ട് പോകുന്ന പോർഷൻ ഞാൻ 3 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 30 ഇഞ്ചാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ പ്ലീറ്റ് വിഡ്ത്തും ഫ്ലെയർ വിഡ്ത്തും കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ പറ്റിയില്ലെങ്കിൽ റാൻഡംലി പ്ലീറ്റ്സ് എടുത്തെടുത്ത് പോയാലും മതിയാവും നമ്മുടെ വേസ്റ്റ് റൗണ്ടിനനുസരിച്ച്. ഞാനിവിടെ 1 ഇഞ്ച് 3 ഇഞ്ച് എന്ന ഗ്യാപ്പിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു പോയിന്റിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന അതിലോട്ട് പ്ലീറ്റ് കൊണ്ടുവന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അങ്ങനെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് പ്ലീറ്റ്സ് എടുത്തെടുത്ത് നമുക്കിത് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത പ്ലീറ്റ്സൊക്കെ ഞാൻ നല്ല രീതിക്ക് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അയൺ ചെയ്താൽ മാത്രമായിട്ട് ഇത്രയും പെർഫെക്റ്റായിട്ട് പ്ലീറ്റ്സൊക്കെ നമുക്ക് കിട്ടുക. ഇതിപ്പോൾ 4 മീറ്റർ വെച്ചിട്ടാണ് ഇത്രയും പ്ലീറ്റ്സ് ഞാൻ കൊടുത്തിട്ടുള്ളത്. കുറച്ചധികം കൂടി മെറ്റീരിയൽ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഫ്ലെയർ ആയിട്ടുള്ള സ്കേർട്ട് നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പോൾ 1 മീറ്റർ ബ്ലൗസിന് വേണ്ടി കട്ട് ചെയ്തതുകൊണ്ടാണ് 4 മീറ്റർ കിട്ടിയത്. അല്ലെങ്കിൽ 5 മീറ്റർ വെച്ചിട്ട് നമുക്ക് ചെയ്യാമായിരുന്നു. അടുത്തിനി നമുക്ക് ബെൽറ്റും കൂടി വെച്ച് കൊടുത്താൽ മതി. അതിനായിട്ട് ഒരു 5 ഇഞ്ച് ഫാബ്രിക്കിൽ നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം. ഇനി 5 ഇഞ്ചിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തുണി ഉണ്ടല്ലോ, അത് 2ആയിട്ട് മടക്കി നല്ല രീതിക്ക് തേച്ചെടുക്കാം. ഇതാണ് ബെൽറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അത് ഈ പ്ലീറ്റ്സിൻ്റെ ഇടയിൽ കയറ്റി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യണേ. അതിന് മുന്നേ 1 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം 2 ഇഞ്ച് നീളത്തിൽ. എന്നിട്ട് ഈ ബെൽറ്റ് ഈ പ്ലീറ്റ്സിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബെൽറ്റ് അങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ അയൺ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നല്ല പെർഫെക്ഷനിൽ കിട്ടും. ഇനി സ്കേർട്ടിൻ്റെ 2 അറ്റവും നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്കേർട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് 2 ഹുക്കും കൂടി വെച്ച് കൊടുത്താൽ നമ്മുടെ സ്കേർട്ട് ഫിനിഷായി.
അടുത്തത് ദുപ്പട്ട സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 മീറ്റർ പോളിക്കോട്ടൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജോർജറ്റോ വിചിത്ര സിൽക്കോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ബാക്കി വന്ന ഈ ബോർഡർ പോർഷൻ ഇതിലോട്ട് ഈ ദുപ്പട്ടയിലോട്ട് സ്റ്റിച്ച് ചെയ്ത് ചേർക്കുക ചെയ്യുന്നത്. ഈ ബോർഡർ പോർഷൻ മെറ്റീരിയലിൻ്റെ നല്ല ഭാഗത്ത് വെച്ചിട്ട് ഈ അരയിഞ്ച് സീം അലവൻസിന് വിട്ടിട്ടുണ്ടായല്ലോ അത് ഉള്ളിലോട്ട് മടക്കി കൊടുത്തിട്ട് ഈ എൻഡിലും ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബോർഡർ കൂടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്ഫിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇതുപോലുള്ള സ്റ്റിച്ചിങ് വീഡിയോസും ആരി വർക്കിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. പിന്നെ സാരിയുടെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓണക്കല്ലേ വരുന്നത്, അപ്പോൾ ആവശ്യമുള്ളവർ മേടിച്ചിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ.